ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളും ഇവിടുത്തെ വലതുപക്ഷ പാർട്ടിയുടെ വളർച്ചയും ആശങ്ക ഉയർത്തുന്നതാണ്. യൂറോപ്പ് മൊത്തം നോക്കുമ്പോൾ വലതുപക്ഷ പാർട്ടികളുടെ ഈ സ്വാധീനം വ്യക്തമായി കാണാൻ കഴിയും. കുടിയേറ്റക്കാർക്കെതിരെ ജനം തിരിയുന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ആണ് ജനങ്ങളെ കൂടുതൽ അലട്ടുന്നത്. ജനങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ പേരിൽ കൈകോർത്ത് പിടിച്ച് ശക്തരായി നിൽക്കുന്നത് സ്വാഭാവികമായും വലതുപക്ഷത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും ഇഷ്ടമല്ല. അവർ ഇവിടെ വെറുക്കാനായി ഒരപരനെ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ദി അതർ എന്ന അപരനാണ് കുടിയേറ്റക്കാരൻ. അപരനെ സൃഷ്ടിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്ന പരിപാടി പലയിടങ്ങളിലും നടക്കുന്നത് നമ്മൾ കാണുന്നു. 29 ജൂലൈ 2024 ബ്രിട്ടനിലെ മെർസിസൈഡ് സൗത്ത് പോർട്ടിൽ നടന്നത് ഇങ്ങനെ ഒരു അപരൻ്റെ കഥ കൂടിയാണ്. ആ ദിവസം 3 ചെറിയ കുട്ടികളെ ദാരുണമായി ഒരാൾ കൊല ചെയ്തു. ഈ കൊലയാളി ഇവിടെ ജനിച്ചു വളർന്ന റൂദ കബൂന എന്ന 17 വയസ്സുകാരനായ ഒരാളായിരുന്നു. മണിക്കൂറുകൾക്കകം ഇയാൾ മുസ്ലിമാണെന്നും ബോട്ടിൽ വന്ന അഭയാർത്ഥിയാണെന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. പക്ഷേ അതെല്ലാം അസത്യമായിരുന്നു. വെറുക്കേണ്ട ഒരപരനെ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് നടന്നതാണിത്. അന്ന് കുറച്ചുപേരെ തെരുവിലിറക്കാൻ വെറുപ്പ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നവർക്ക് കഴിഞ്ഞു. 27 പട്ടണങ്ങളിലേക്ക് ഈ കലാപം പടർന്നു. പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുത്തതോടെ അന്നത്തെ കലാപങ്ങൾ കെട്ടടങ്ങി. തീവ്ര വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ റാലി ബ്രിട്ടനിൽ നടന്നത് 13 സെപ്റ്റംബർ 2025 ഇതിന് തൊട്ടു മുൻപും പിൻപുമായി 2 സിഖുകാരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒരു മുസ്ലിം പള്ളി ആക്രമിക്കുകയും ചെയ്തു. 1 വയസ്സായ കുട്ടിയുടെ മുഖത്ത് എന്തോ വസ്തു കൊണ്ട് സ്പ്രേ ചെയ്തതും അവൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയതും ഇതേ കാലയളവിലാണ്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് യൂറോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് പോയാലും പടിഞ്ഞാറ് നിന്ന് വടക്ക് പോയാലും വലതുപക്ഷത്തിൻ്റെ സ്വാധീനം കൂടി വരുന്നത് നമ്മൾ കാണുന്നു. ഇതിൽ ഏറ്റവും അപകടകാരികളാണ് ജർമ്മനിയിലെ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി AFD എന്ന പാർട്ടി. ഇതിപ്പോൾ അവിടെ 2ാം സ്ഥാനത്താണ്. മറ്റ് രാജ്യങ്ങളിലെ വലതുപക്ഷ പാർട്ടികൾ സഹകരിക്കാൻ അറയ്ക്കുന്ന അത്രയും തീവ്രമായ ഫാസിസം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് ജർമ്മനിയിലെ AFD. 2ാം ലോക മഹായുദ്ധത്തിൽ 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ജർമ്മനി ആ ചരിത്രമൊക്കെ മറക്കണമെന്നും അതിൽ കുറ്റബോധം കൊണ്ട് നടക്കുന്നവർ ആകേണ്ട ഒരു കാര്യവും ഇല്ല എന്നും പറയുകയാണ് AFD. ആ മനുഷ്യക്കുരുതിക്കുള്ള ഹോളോകോസ്റ്റ് സ്മാരകങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് തീവ്ര വലതുപക്ഷ AFD പാർട്ടി പറയുന്നത്. മാനസിക ശാരീരിക പരിമിതികളുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാൻ അനുവദിക്കരുതെന്നും AFD പോളിസി പറയുന്നു. ജർമ്മനിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പല നടപടികളും സാധാരണക്കാരെ സാരമായി ബാധിക്കുന്നതായിരുന്നു. വീടിനകത്ത് ഹീറ്റ് പമ്പ് എന്ന പരിപാടി കൊണ്ടുവന്നതിലൂടെ സാധാരണക്കാർ $30,000 വരെ ചെലവാക്കേണ്ട അവസ്ഥ വന്നു. ഇത് താങ്ങാനാവാത്ത ആളുകൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നതും AFD പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇവിടെ ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മുഖ്യധാരയിലുള്ള മറ്റ് പ്രധാന പാർട്ടികൾ ഈ വലതുപക്ഷ ആശയം കടമെടുക്കുന്നു എന്നത് നമ്മൾ കാണുകയാണ്. അതിനാൽ അവർ സ്വാധീനിക്കപ്പെടുന്നു. അങ്ങനെ വലതുപക്ഷം വലുതാകുന്നു എന്ന അപകടവും കൂടി.
ഇതിലിപ്പോ ഞങ്ങളിപ്പോ ഈ സ്റ്റുഡിയോ ഇപ്പോ ചെറിയ ഒരു സ്റ്റുഡിയോ, അപ്പൊ ഇത് നിൽക്കുന്ന സ്ഥലത്ത് ഒരു 10-50 വർഷം മുമ്പ് വരാനായിട്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ ഇവിടെ വരാൻ പോലും പ്രശ്നമായിരുന്നു, ആ വർണ്ണവിവേചനം അത്രയുമായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ പോലും ആരും മാറി നിന്നിട്ട് നോക്കി, ഈ ആർക്കെങ്കിലും അടി കൊള്ളുമ്പോഴത്തേക്ക് മാറി നിന്നിട്ട് നീ അങ്ങനെ പറ്റിയത്, നീ എനക്കത് വേണം, അത് കാരണം നിനക്കത് കിട്ടേണ്ടത് തന്നെ, കാരണം നീ അങ്ങനെ അന്ന് അവിടെ പോയി പബ്ലിക്കായിട്ട് റോഡിൽ മറ്റേ ആള് അവിടെ നിന്ന് ഫോൺ ചെയ്തെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പറഞ്ഞ ആ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്റെ ഈസ്റ്റാമിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന കാലഘട്ടത്തിന് ഏതാണ്ട് ഒരു 5-10 വർഷം മുമ്പുണ്ടായ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാല്, ജോലി കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഇന്ത്യൻ വംശജര് പബ്ബിന്റെ മുമ്പിൽ നിന്ന് ആൾക്കാർ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ റേഷ്യൽ അബ്യൂസ് ആയ വേർഡുകൾ എനിക്ക് കാർക്കിച്ച് തുപ്പുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തുടങ്ങിയ കടകളിലൊക്കെ നിരന്തരമായി അറ്റാക്കുകൾ ചെയ്യുക, ആൽക്കഹോളിന്റെ ബോട്ടിലുകൾ അല്ലെങ്കിൽ സിഗരറ്റ് ഒക്കെ വന്ന് കൊള്ള ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുപോവുക. അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊട്ടക്ഷനോ ഒക്കെ കിട്ടാതിരിക്കുന്ന ഒരു അവസരം. അങ്ങനത്തെ ഒരു അവസരത്തിലൊക്കെ സംഘടിതമായി നിന്നുകൊണ്ടാണ് തമിഴ് വംശജരും ഇന്ത്യൻ വംശജരും ഒക്കെ കൂട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് അതിനെ നേരിട്ടതും. അതിന് ഇന്നിപ്പോ ഈസ്റ്റാം എന്ന് പറയുന്നതിന് ഒരു ചെറിയ ഒരു ക്യാപിറ്റൽ ഹബ്ബ് പോലെയായി മാറി ഈ ഇമിഗ്രൻസിന്റെ. അപ്പൊ എന്ന് അതിന്റെ അർത്ഥം ഇവിടെ ഇംഗ്ലീഷുകാരില്ലെന്നുള്ളതല്ല, പക്ഷെ എല്ലാവരും ഇത്തരം ഇമിഗ്രൻസ് വരുന്നത് നല്ലൊരു കാര്യമായി കരുതുന്ന എന്റെ തന്നെ പല ഇംഗ്ലീഷ് സുഹൃത്തുക്കളും സൂചിപ്പിച്ചത്, they are really proud about that the mixed culture of Eastern. They see it as a strength of the local community. ഇതിലിപ്പോ നമ്മളൊന്ന് പറയുമ്പോ ഈസ്റ്റാം എന്ന് പറയുമ്പോ ലണ്ടൻ നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ളതാണ്. അതേസമയത്ത് വടക്കൻ ഭാഗത്തുള്ളതാണ് സൗത്ത് ആൾ എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് സ്ഥലത്തും ആണ് ഈ ന്യൂഹാം മോണിറ്ററിംഗ് പ്രൊജക്ട് ഈ ഈസ്റ്റ് ലണ്ടനിലും, അതേസമയത്ത് സൗത്ത് ആൾ മോണിറ്ററിംഗ് പ്രോജക്റ്റ് സുരേഷ് ഗ്രോവറൊക്കെ ആയിരുന്നു അതിന്റെ നേതാക്കൾ. അപ്പോൾ അവര് സൗത്ത് ആളിലും പ്രവർത്തിച്ചു. അപ്പം ഈസ്റ്റാമിൽ പ്രവർത്തിച്ചതിൽ നമ്മുടെ ഒരു മലയാളി ഒരാളുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്നല്ല, അന്നുണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും വലിയ സീനിയർ ഒരു ലോയറാണ്, രാജീവ് മേനോനാണെന്ന് പറഞ്ഞത്. രാജീവ് മേനോൻ എന്ന് പറഞ്ഞാല് വെറും സാധാരണ ഒരാളല്ല, രാജീവ് മേനോൻ KC ആണ്, കിങ്സ് കൗൺസിൽ, ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വക്കീലന്മാര് പ്രവർത്തിക്കുന്ന KC ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. രാജീവ് മേനോൻ എന്നൊക്കെ പറഞ്ഞാല് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 100% ഡെഡിക്കേഷനാണ്. ഈ ഒരു വർണ്ണവിവേചനത്തിന്റെ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങി നിന്നാലും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും അതിന്റെ അവസാനം വരെ അവർ കൂടെ നിൽക്കും. അത് അങ്ങനെ ഒരു ചരിത്രം, അത് 1-2 വർഷമല്ല, അത് ഈ ദശാബ്ദങ്ങളോളം നീണ്ടു നിന്ന ഒരു ചരിത്രം ഉണ്ട്. അതിനെ ഫൈറ്റ് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാവുന്നതുവരെ അവിടെ നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ അങ്ങനെ മലയാളികളുടെ ഈ നേരത്തെ പറഞ്ഞ കടകളിലൊക്കെ ഉള്ള അറ്റാക്കുകളിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പേര് കേട്ട പല പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ കടകളിൽ തന്നെ നാഷണൽ ഇഷ്യൂ ആയ ഒരു കടയുടെ ഒരു പ്രശ്നം ഇവിടെ ഈ തൊട്ടടുത്ത് നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു 2-3 മൈൽ അപ്പുറത്തുള്ള ഒരു കടയുടെ പേര്, ഒരു പക്ഷേ ഞങ്ങൾക്ക് പേര് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ച് മാത്രം പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് ആ ആളിന്റെ പേരും വെച്ചിട്ട് ആ കേസ് എന്ന ആളുടെ പേര്, ഇപ്പൊ സുരേഷ് കേസ് എന്ന് പറഞ്ഞ് ആ ആളിന്റെ പേരും വെച്ചിട്ടാണ് ആ കേസ് അറിയപ്പെടുന്നത്. നാഷണലായിട്ട് BBC തന്നെ വളരെ പ്രധാനപ്പെട്ട എത്രയോ നാള് നീണ്ടു നിന്നാണ്. അവസാനം അത് എല്ലാ നിലയ്ക്കും ഈ പറഞ്ഞ ന്യൂഹാം മോണിറ്ററിംഗ് പ്രൊജക്ട് ഒക്കെ അതിന്റെ ത്രൂ ഔട്ട് അവരെ കൂടെ നിന്നതുമാണ്. ഈ പേര് വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞ ആ ഒരു കേസിൽ ശ്രീനാരായണ ഗുരു മിഷനാണ് അവരെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നതും ഈ ന്യൂഹാം മോണിറ്ററിംഗ് പ്രൊജക്ട് എന്നുള്ള ഒരു സംഘടനയിൽ പോകണമെന്നും അവിടെ പോയാൽ ഇതിന് ഒരു നല്ല സപ്പോർട്ട് കിട്ടുമെന്നും പറഞ്ഞു വിടുന്നതും ആ രീതിക്ക് ഗൈഡ് ചെയ്യുന്നു. അത് നല്ലൊരു എക്സാമ്പിൾ ആണ് സുരേഷ് പറഞ്ഞത്. തീർച്ചയായിട്ടും നല്ലൊരു എക്സാമ്പിൾ ആണ്. എത്ര വർഷം കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചരിത്രമുണ്ട്. അത് കാരണം ഇതിപ്പോ മലയാളികള് അല്ലെ നമ്മുടെ ചരിത്രം, ഇപ്പൊ ഞങ്ങളൊക്കെ വന്നത് സിംഗപ്പൂര് എന്നുള്ള, ഇപ്പൊ ഞങ്ങൾ 2 പേര് സിംഗപ്പൂരിൽ നിന്ന് വന്നവരുടെ പിന്മുറക്കാരായിട്ടാണ്. അതിനു മുമ്പ് ആളുകൾ പല സമയത്ത് ടീച്ചറായിട്ട് വന്നവരുണ്ട്, ഡോക്ടറായിട്ട് വന്നവരുണ്ട്, അല്ല പിന്നെ ആയമാരായിട്ട് പോലും വന്നവരുണ്ട്. അപ്പൊ പലതരത്തില് ആളുകൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു വന്ന്. പക്ഷെ ഒരു നല്ല തോതിൽ വരുന്നത് ഏതാണ്ട് 1970-കൾക്ക് ശേഷമാണ്.
അപ്പൊ അങ്ങനെ വിവിധ തലത്തിൽ ആളുകളിവിടെ വന്നിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല. വർണ്ണവിവേചനം അന്നും ഇപ്പൊ ഈ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഒരേ ഏരിയയിൽ പോകാൻ പറ്റാത്ത തരത്തിലുള്ള വർണ്ണവിവേചനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുന്ന രീതിക്കല്ല അത് പോകുന്നത്. ശ്രീ മണമ്പൂര് പറഞ്ഞ ഈ റേഷ്യൽ അറ്റാക്കിന്റെ ബേസ് റീസൺ രണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പ്യൂർലി റേസിസം ആയിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എക്കണോമിക്കൽ റീസണും വർദ്ധിച്ചു വരുന്ന ഇമിഗ്രേഷൻ മൂലം ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് കേൾക്കുന്ന ചില എക്കണോമിക്കൽ പ്രോബ്ലം, ജീവിത ചെലവ് ബാധിച്ചതിന്റെ കാരണം ഫാൾസിഫുള്ളി ആയിട്ട് അതിന്റെ കാരണം ഇമിഗ്രൻസ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അതിന്റെ പേരിൽ അല്ല, അതിൽ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഒരു പോയിന്റ് അന്നും ഉണ്ടായിരുന്നു. കാരണം 1970s ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്ന ഈ പുതിയ ഈ ആധുനിക ഉപകരണങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു 20 പേര് ജോലി ചെയ്യുന്നിടത്ത് 2 പേര് അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്താൽ മതി. അപ്പൊ അത് വന്ന് ആ മാറ്റം വരുന്ന ഒരു സമയത്താണ് 1970s ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അപ്പോ അന്നും ഇത് തന്നെയായിരുന്നു. അതെന്താണ്, എനിക്ക് ജോലി പോയി. ഈ പുതിയ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന്റെ പേരിലാണ് എനിക്ക് ജോലി പോയത്. പക്ഷെ അന്നും ഇതുപോലെ തന്നെയായിരുന്നു. അതിന്റെ ഒരു എന്താണ് ബലിയാട്, അതിന്റെ ബലിയാടാക്കുന്നത് ആരെയാണ്? ഈ പുതിയതായിട്ട് വന്നിറങ്ങി. ഈ പുതിയതായിട്ട് വന്നവൻ എന്താണ്? ഈ പുതിയതായിട്ട് വന്നവൻ ഇവിടെ ചെയ്യുന്നത് മറ്റ് വെള്ളക്കാർ ചെയ്യാത്ത ജോലി ചെയ്യാനാണ് നമ്മൾ വന്നത്. ആ ജോലി ചെയ്തു. അത് ഈ രാജ്യത്ത് നമ്മൾ രക്ഷിക്കുന്ന ഒരു രീതിക്കാണ് ഞങ്ങളുടെ ആ പ്രവർത്തനം. അത് നടക്കുമ്പോൾ ആണ് തിരിച്ച് പറയുകയാണ് ഇത് ഇവര് നമ്മളെ ബലിയാടാക്കപ്പെടുന്ന. അന്നും നടന്നത് തന്നെയാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് വേറെ രീതിക്ക് പാടുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഇതിനോട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഇപ്പം ശ്രീ മണമ്പൂരിന്റെ വീടിരിക്കുന്നത് തന്നെ ബാർക്കിങ്ങിലാണ്. ഈ ബാർക്കിങ്ങിൽ എന്ന് പറയുന്നത് ലണ്ടനില, ഈസ്റ്റ് ലണ്ടനില തീവ്ര വലതുപക്ഷക്കാരുടെ ഒരു ഗേഹം കൂടിയാണ്. ആ സ്ഥലമാണ്. അതായത് 2008 ലണ്ടൻ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് പ്രാതിനിധ്യാടിസ്ഥാനത്തിൽ ജയിച്ചല്ല, പ്രാതിനിധ്യാടിസ്ഥാനത്തിൽ, അതായത് ലണ്ടൻ വൈഡായിട്ട് അവർക്ക് കിട്ടിയ മൊത്തം തീവ്ര വലതുപക്ഷക്കാരുടെ വോട്ടിന്റെ ശതമാനം 5.3 അപ്പൊ അത്രയും വോട്ട് കിട്ടിയാൽ അവർക്ക് ഒരു മെമ്പറാ ലണ്ടൻ അസംബ്ലിയിലേക്ക് കടത്തിവിടാം. അപ്പൊ അതില് ഒരാളെ ഇവിടുന്ന് ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി സെലക്ട് ചെയ്ത് ഈ ബാർക്കിംഗ് അവരുടെ കേന്ദ്രമായ ബാർക്കിംഗ് ആണ്. അങ്ങനെ റിച്ചർഡ് ബ്രാൻബുക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്, പക്ഷെ ഇവിടുത്തെ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് അവർക്ക് അദ്ദേഹത്തിന് ലണ്ടൻ അസംബ്ലി ഹാളിലേക്ക് കയറാൻ പോലും പറ്റില്ല. അത്രക്കുള്ള ഒരു പ്രതിഷേധമാണ് ലണ്ടനിലെ പുരോഗമനവാദികളും സ്റ്റാൻഡപ്പ് ടു റേസിസത്തിന്റെ ആൾക്കാരും കൂടി അദ്ദേഹത്തെ തടഞ്ഞത്. അവർക്ക് അവസാനം അസംബ്ലിയിൽ കയറാതെ പിൻവാങ്ങേണ്ടി വന്നു. അത്രത്തോളം പ്രതിരോധം പൊതുജനങ്ങളിൽ നിന്നുണ്ടായപ്പോ അവർക്ക് മനസ്സിലായി ഈ തീവ്ര വലതുപക്ഷക്കാരുമായുള്ള മൈനോറിറ്റിയാണ് ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങളിൽ അവർക്കൊരു സ്ഥാനമില്ലെന്ന്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നമ്മൾ തദ്ദേശീയരായിട്ട് ചെയ്യുന്ന മറ്റു വിഷയങ്ങളിലുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ വിഭാഗത്തിലെ പുരോഗമന ശക്തികൾ ഈ റേസിസത്തിനെതിരെ നിലകൊള്ളുന്നവരുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടേതായ ഒരു കൂടാരത്തിലേക്ക് ഒതുങ്ങി നമ്മുടേതായ മാത്രം കൾച്ചറൽ ആക്ടിവിറ്റീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ലണ്ടൻ വെളിയിലുള്ളവരോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾ അവിടുത്തെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ലോക്കൽ കൗൺസിലർ വിളിക്കുക, അവിടുത്തെ മേയറെ വിളിക്കുക, അവിടുത്തെ MP വിളിക്കുക. അവർക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ കൾച്ചറൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ. അപ്പൊ അത്തരം ഒരു കാര്യത്തിലൂടെ നമ്മുടെ എക്സിസ്റ്റൻസും അവർക്ക് ബോധ്യമാകും. ഞാനൊരിക്കൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന തെരേസ മേ ഒരു കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് വർക്കറെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ വളരെ പ്രൗഢോടുകൂടിയാണ് പറഞ്ഞത്, വി നോ ദാറ്റ് യു ആർ വർക്കിംഗ് ഇൻ ദ ഹെൽത്ത് സെക്ടർ ഇൻ എ ലാർജ് നമ്പർ. അപ്പൊ അതൊരു അപ്രീസിയേഷനാണ്. പക്ഷെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് ഇപ്പോ ഒരു MP ഉണ്ടായി, പക്ഷെ നമുക്ക് ഒരു MP ഒന്നും പോരാ. നമുക്ക് ധാരാളം MP-മാരും ധാരാളം ലോക്കൽ കൗൺസിലർമാരും നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് കുറച്ചുകൂടി സെക്യൂർ തോന്നുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്ന് തോന്നുള്ളൂ. അതില്ലാത്തത് നമ്മൾ അവരായിട്ട് ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ ഞങ്ങളിപ്പോ റേസിസത്തിന്റെ കാര്യം ഇവിടെ പാർക്കിംഗ് ഞങ്ങളിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായ റേസിസം. അപ്പോ സുഗതം ഒരനുഭവം പറഞ്ഞു ഇവിടുന്ന് ഇലക്ഷന് പോകണം. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് തന്നെ നടന്നതാണ്. ഈ പറഞ്ഞ വർഷത്തിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് നടന്നതാണ്. ഈ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് 12 കൗൺസിലർമാരാണ് ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി, അതായത് ഈ ഇപ്പോഴത്തെ റിഫോം പാർട്ടിയുടെ മുൻപിലുണ്ടായിരുന്നു. ലോക്കൽ കൗൺസിലറായിട്ട് 12 പേരാണ് വന്ന് എലക്ട് ചെയ്യപ്പെട്ടത്. ബ്രിട്ടനിൽ മൊത്തം നോക്കുകയാണെങ്കിൽ
അതൊരു വലിയ നമ്പറാണ്. അത് കാരണം അത് അങ്ങനെ ജയിക്കാൻ കാരണം നമ്മുടെ ഈ രണ്ടാം തലമുറയിലുള്ള പല കുട്ടികളും വോട്ട് ചെയ്യാതെയൊക്കെ അതിന്റെ പേരിലൊക്കെയാണ് അത് നടന്നത്. കാരണം പിന്നെ അവർക്ക് ഒറ്റ സീറ്റ് പോലും പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ നടന്നു. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് സുഗതൻ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഞങ്ങൾ നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം, പിന്നെ അതിലും വളരെ നല്ല ഒരു വിഭാഗം നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. നമ്മുടെ കൂടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇമിഗ്രൻസ് എന്ന് പറയുന്ന കറുത്ത വംശജരായിട്ടുള്ള ആളുകൾ. കറുത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ബ്രൗൺ ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളതല്ല, ഇതെല്ലാം കൂടെ ചേർത്താണ് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെയുള്ള ആളുകൾ എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴത്തെ ഇപ്പൊ തന്നെ ഒരാൾ ഇപ്പൊ പലയിടത്തും ചിലതിൽ വന്നിട്ട് മരണങ്ങൾ, കൊലപാതകത്തിൽ വരെ നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും അതിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ വരുന്നതില് ഇപ്പൊ നമ്മൾ ഒരു ആയിരക്കണക്കിന് ആള് ഈ സംഭവത്തിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ വരികയാണ്. വരുമ്പോഴത്തേക്ക് അവിടെ ഉള്ളതിൽ ഒരു ഏകദേശം നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പൊ അവിടെ വരുന്നതിൽ ഒരു 70% വരുന്ന ആളുകൾ ഇവിടുത്തെ ആളുകളാണ്. ഈ വെളുത്ത വംശജരായ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളാണ് ഈ നമ്മുടെ ഒരു പ്രശ്നത്തിന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പോ ആ ഒരു ഇതിനെയാണ്, ആ ഒരു സോളിഡാരിറ്റിയിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങി മുണ്ടെടുത്താൽ പ്രശ്നം തീരുമെന്നും പറഞ്ഞിട്ട് അതാണ് പ്രശ്നം എന്നും പറഞ്ഞ് നിൽക്കുന്നത് അല്ല. ഈ ഇത്രയും വർഷം നമ്മൾ 52 വർഷം എന്ന് പറഞ്ഞത്, ആദ്യത്തെ ഒരു 10 വർഷം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 73ലാണ് നമ്മൾ വന്നത്. 73 തൊട്ട് 85 വരെ ഒരു റേസിസം വളരെ പീക്കായിരുന്നിട്ട് അത് പ്ലാറ്റോ ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 85 പീരീഡ് തൊട്ട് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ വരെ ആക്ച്വലി ഇറ്റ് വാസൻ ടു ബാഡ്. അങ്ങനെയുള്ള റേസിസ്റ്റ് അറ്റാക്സ് ഒക്കെ വളരെ കുറഞ്ഞിരുന്നു, വളരെ ഇംപ്രൂവ് ചെയ്ത്. ഇപ്പം ദേശി പബ്സ് ആയിട്ടും റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ഫുഡ് ഇതൊക്കെ മനസ്സിലാക്കി കഴിയുന്ന ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് ഫ്രണ്ട്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കറി പോലും ടേസ്റ്റ് ചെയ്തതിന് ശേഷം അവര് എവിടെ നിന്നാണ് വരുന്നതെന്നും കേരളത്തിൽ പോകുന്നതും അതിനെപ്പറ്റി ബുക്കുകൾ എഴുതുന്നതും അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇമിഗ്രേഷന്റെ ഇതും എന്തെന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കലി ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ളതും ഇക്കണോമിക് ഷിഫ്റ്റ്സും പോസ്റ്റ് ബ്രെക്സിറ്റിന്റെ ശേഷം ഈ 4 കാര്യങ്ങളാണ് ഈ 30 വർഷം കൊണ്ട് മാറിയിട്ടുള്ളത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ ഈ BNP നാഷണൽ ഫ്രണ്ട്, പിന്നെ BNP ആയി തോന്നുന്നു അല്ലേ? ഇത് രണ്ടും കൂടെ BNP ആയി. അപ്പൊ അതില് ഒരു കാര്യം 1999 തോന്നുന്നു, 1999 അവര് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് കമ്പൾസറി റീപാട്രിയേഷൻ വേണോ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അന്നത്തെ സമയത്ത് അത് അബാൻഡൻ ചെയ്തു, കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ റിജോയ്സ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളുടെ കൾച്ചർ അവർ മനസ്സിലായിക്കൊണ്ട് വരെയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു സഡൻ? അപ്പൊ ഈ പറയുന്ന ചേഞ്ച് ഈസ് എ കണ്ടിന്യൂസ് ചേഞ്ച്. ഇറ്റ് വാസ് ഹാപ്പനിങ് ഓൾറെഡി. ഈ കഴിഞ്ഞ പോസ്റ്റ് ബ്രെക്സിറ്റിലാണ് ഇത് കടുത്തു വന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ എക്സ്പെനൻഷ്യൽ കർവ് ആൻഡ് ഈസ് ഹിറ്റിംഗ് ദ പീക്ക്. അപ്പം എന്റെ ഒരു ഓപ്റ്റിമിസം ഞാൻ ഇപ്പോഴേ പറയുകയാണ്, I don't think it will last long. They will have to kind of adjust. ഒരു ഫിയർ എലമെന്റ് അത് പോവും. പക്ഷെ ഇമിഗ്രേറ്റ്സിനെ മാത്രം നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ it's his fault. Actually it's not. അപ്പൊ ഇതിൽ സുഭാഷ് പറഞ്ഞ ഒരു കാര്യം കൂടി എനിക്ക് ആര്യാനുണ്ട്. ഒരു പക്ഷേ സുഭാഷ് പറയാൻ ഉദ്ദേശിച്ചത് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ BNPയുടെ ആളുകൾ അന്ന് പറഞ്ഞത് വർഷം ഏതാണ്? 1999 ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി പറഞ്ഞത് ഈ കുടിയേറ്റക്കാരെ എല്ലാം തിരിച്ചയക്കണമെന്ന്. ഈ BNP പാർട്ടിയുടെ പോളിസി ആയിരുന്നു. പക്ഷെ ഇവർ കുറെ കഴിഞ്ഞിട്ട് ഇവർ ഈ പോളിസി പിൻവലിച്ചു. ഇവർക്ക് ഈ പോളിസി പിൻവലിക്കാൻ കാരണം ഇവരുടെ അംഗങ്ങൾക്ക് പോലും ഇത് സ്വീകരിക്കാൻ പാടില്ല. അത്രയ്ക്കും
പക്ഷെ ഇപ്പോഴും നടക്കുന്ന അവരുടെ കാര്യം അംഗങ്ങൾ പോലും ഇപ്പോഴും നടക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഈ റീപാട്രിയേഷനെ പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അതായത് ആളുകളെ തിരിച്ചിവിടെ ഉള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കണം എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻസ് ആൻഡ് മിനിസ്റ്റേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് കാഷ്വലി കാഷ്വലായിട്ട് സംസാരിക്കുന്നത്. അതൊരു അതായത് BNPയുടെ പാർട്ടിക്ക് പോലും അവരെ മെമ്പേഴ്സിന് പോലും അത് ആ പോളിസി മോശമായിരുന്ന ഒരു സംഗതിയാണ് ഇത് കംപ്ലീറ്റ് തിരിഞ്ഞു വന്നത്. ശ്രീ മണമ്പൂര് സുഭാഷ് ചേട്ടൻ പറഞ്ഞ വസ്തുതക്കപ്പുറം വേറൊരു കാര്യം എനിക്ക് ഇതിനോട് പറയാനുള്ളത്, ഇതിനകത്തൊരു എക്കണോമിക്കൽ എലമെന്റ് ഉണ്ട്, അത് നമ്മൾ കണ്ടുകൂടാതെ വരിക. അതുകൊണ്ടാണ് ഈ ബ്രെക്സിറ്റ് കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലണ്ടിലെ സാധാരണക്കാരെന്ന് പറയുന്ന ഫാക്ടറി വർക്കേഴ്സും മറ്റുമൊക്കെ ജീവിച്ചിരുന്ന മേഖലകളെ പറയുന്ന സോക്കാൾഡ് റെഡ് വാൾ എന്ന് പറയും. ഈ റെഡ് വാൾ മൊത്തത്തിൽ ബ്രെക്സിറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതിന്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ അത് ഈ ബ്രിട്ടന് മൊത്തത്തിൽ ഒരു സർപ്രൈസ് ആക്കിയ ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടനിലെ തൊഴിലാളി വർഗം അവര് ഈ ബ്രെക്സിറ്റിന് അനുകൂലിച്ചത്? യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ EU എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ വികസിച്ചു കഴിഞ്ഞപ്പോൾ EUയിലെ ഈസ്റ്റ് യൂറോപ്യൻ ഏരിയയിലുള്ള ആൾക്കാർ കൂടുതൽ കുടിയേറിയപ്പോൾ ഈ പറഞ്ഞ സോക്കാൾഡ് റെഡ് വാൾഡ് ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ സർവീസ് സെക്ടറുകളിൽ NHS സ്കൂളുകൾ ഇവിടെയൊക്കെ ഉണ്ടായതിൻ്റെയൊക്കെ പ്രഷർ കാരണം യൂറോപ്യൻ യൂണിയനാണെന്ന് പറഞ്ഞ് തെറ്റായ ധാരണ നടത്തി ആ ബ്രെക്സിറ്റിൽ അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാണ് ബ്രെക്സിറ്റ്. പക്ഷെ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ ആൾക്കാർ വന്നാൽ കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തേക്കാൾ 10 ഇരട്ടി നഷ്ടം എക്കണോമിക്കലായിട്ട് ബ്രിട്ടൻ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഞെരുക്കം എന്താന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആ ഞെരുക്കം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇനഫ് ഫണ്ടില്ലാതെ വന്നു. ഇനഫ് ഫണ്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലും സർവീസ് സെക്ടറിലും ഒക്കെ അവർക്ക് പണം ചെലവഴിക്കാനില്ല. അപ്പൊ ഗവൺമെന്റ് നിലനിൽക്കാൻ വേണ്ടിയെങ്കിലും കടമെടുത്തുകൊണ്ടാണ് ഈ സർവീസ് സെക്ടറിൽ നാമമാത്രമെങ്കിലും ഇപ്പൊ 2010 ശേഷം ലോക്കൽ ഗവൺമെന്റിലെ ഒരു മെമ്പർ എന്ന നിലയിൽ ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിനുള്ള ഒത്തിരി സഹായം വെട്ടിക്കുറച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഞെരുക്കം ഹൗസിംഗ് സെക്ടറിലും സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലും ഒക്കെ പൗരന്മാരുടെ ഇടയിലുണ്ടായി. ഇതിന്റെയൊക്കെ പ്രതിഷേധം ഇതിന്റെയൊക്കെ പ്രതിഷേധം എന്ന് പറയുന്നത് അവർക്ക് ഈ ഇമിഗ്രൻസിനോടാക്കി മാറ്റി തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കമ്പാഷനേറ്റ് ലെവലിൽ വേണം നമ്മള് കാണാനെന്നാണ്. കാരണം നമുക്ക് യഥാർത്ഥ കാരണം അറിയാതെ അവരെന്തുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ അവരെയും ശത്രുതയായി കണ്ടുകൂടാ. പോപ്പുലിസം ആണല്ലോ ഇതവരെ ജയിപ്പിച്ചത്. പോപ്പുലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഫറാജിനെ പോലെയുള്ളവര് ഒരു കാരണം ഈ ഇമിഗ്രേഷൻ ആണ് പ്രോബ്ലം എന്ന് കാണിപ്പിച്ചിട്ട് അവരുടെ വോട്ടെടുത്ത് സത്യത്തില് കുറച്ച് കള്ളം പറച്ചിൽ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ അല്ലെ. അതുകൊണ്ടും കൂടെയാണ് ആ ബ്രെക്സിറ്റ് ജയിച്ചതിന് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെന്നും കൂടെ പറയാം. 300 മില്യൺ എവറി വീക്ക് യൂറോപ്പിൽ പോകണമെന്നുള്ള ഒരു തെറ്റായ ധാരണ. അപ്പൊ നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അങ്ങ് നീട്ടിക്കൊണ്ടുപോയ ആള് ഒരു പ്രശ്നമുണ്ടാവും. അപ്പൊ നമുക്ക് വളരെ ബ്രീഫായിട്ട് ഇനി നമ്മള് എങ്ങനെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇതിനെ കാണുന്നത്? സുഗത എന്ത് പറയുന്നു? അല്ല, ഇതിന് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ 2 രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പൊളിറ്റിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ, അതായത് നമുക്ക് ഇവിടെയുള്ളവരെ പോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ട്. നമ്മളൊരു അധമ മനോഭാവത്തോടുകൂടി അല്ല ഇവിടുത്തെ കാര്യം. നമ്മൾ അടങ്ങി ഒതുങ്ങി ഇവിടുത്തെ മറ്റുള്ളവരെ പേടിച്ച് കഴിയണമെന്നുള്ളതല്ല. നമ്മൾ പൊളിറ്റിക്കലി എമാൻസിപ്പേറ്റ് ചെയ്യണം. ആ എമാൻസിപ്പേഷനോടൊപ്പം തന്നെ നമ്മുടെ അയൽവക്കത്തുകാരനെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തദ്ദേശീയമായ മറ്റു കാര്യങ്ങളിലും അവിടുത്തെ കൾച്ചറുകളിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലും ഒക്കെ കൂടി നമ്മൾ ടേക്ക് പാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എപ്പോഴും ഒരു റേഷ്യൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മൾ അവർക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള കൗൺസില്, പോലീസ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയൊക്കെ കൂടെ ചേർത്ത് നിർത്താനുള്ള സോളിഡാരിറ്റി മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക, പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, അതൊക്കെ ഇതിന്റെ ഒരു വലിയൊരു ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഇതിനെ വിക്ടിമായി കൊടുക്കരുത്. അതാണ് എന്റെ പറയാനുള്ളത്. ഈ ഇടയ്ക്ക് സുരേഷും നമ്മൾ രണ്ടുപേരും വാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിക് ലോവ്സ് എന്ന് പറയുന്ന ഒരാള് 33 വർഷം അദ്ദേഹം ഹോപ്പ് നോട്ട് ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ റേസിസത്തിന്റെ കാരണങ്ങളും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട്
വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയൊക്കെ ഇതിലുണ്ട്, അപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവർ ഈ ഇടയ്ക്ക് 45,000 ആളുകളുടെ ഒരു സർവേ നടത്തി. അപ്പൊ നടത്തിയതിൽ അവർ മനസ്സിലാക്കിയത് 4 out of 5 UK സിറ്റിസൺസ്, അതെന്ന് വെച്ചാൽ മെയിൻലി ഇംഗ്ലീഷ് വൈറ്റ് പീപ്പിൾ, they want order and law. അതും വേറെന്നുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന അസൈലം സീക്കേഴ്സിനെ അവരെ ഹെൽപ്പ് ചെയ്യുക, നീഡിയെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഈ 4 out of എന്ന് പറയുന്നത് 80% പ്ലസ് 85% പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഈ ചോദ്യത്തിന്റെ ആ ഒരു ആൻസർ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ അവർ സഹായിക്കണമെന്നും ലോ ആൻഡ് ഓർഡറും ആണ് ഉള്ളത് വേണ്ടതവർക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉള്ളതിൽ ഞാൻ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള പോപ്പുലിസം ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും ഈ റേസിസ്റ്റ് അറ്റാക്സ് ഓൾ ഓഫ് ദാറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ഡെഫിനറ്റ്ലി. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തിങ്സ് വിൽ സെറ്റിൽ എന്നുള്ള ഒരു മനസ്ഥിതിയാണ് എൻ്റെ ഒരു മനോഭാവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് സർവേ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സർവേ. അതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നതാണ്. പിന്നെ സമയത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോഴേ ഇതില് ഇപ്പോ ഈ ഇവിടെ നടന്ന സെപ്റ്റംബറിൽ നടന്ന ഏറ്റവും വലിയ പ്രകടനം അവിടെ നടന്ന ഇപ്പൊ ഈ പറഞ്ഞ നിക് ലോൾസ് എന്ന് പറയുന്ന ഹോപ്പ് നോട്ട് ഹെയ്റ്റ് എന്ന് പറയുന്ന വലിയൊരു സംഘടന, 30-32 വർഷത്തെ ചരിത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അത് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് പല സംഘടനകള്, ആളുകളെല്ലാം പല തരത്തില്, ആന്റി നാസി ലീഗ് ഉണ്ട്, അങ്ങനെയുള്ള പല സംഘടനകൾ, ഇപ്പൊ പറഞ്ഞ ഹോപ്പ് നോട്ട് ഹെയ്റ്റ് ഉണ്ട്, ഇതുപോലുള്ള സംഘടനകളുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു മാഗസിൻ, ഇപ്പൊ അവിടെ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. ഇവര് വർണ്ണവിവേചനത്തിന്റെ പേരിൽ നേരത്തെ വലിയ റേഷ്യൽ അറ്റാക്കുകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവര് അതിനകത്ത് ഈ അന്നത്തെ ബ്രിട്ടീഷ് നാഷണൽ പാർട്ടിക്ക് അകത്തൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇവർ പകരം ആളിനെ വിടും. ഇതിനകത്ത് ആളിനെ വിട്ടിട്ട് എത്രയോ കേസുകളിൽ ഈ ക്രിമിനലായിട്ട് വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ആളുകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന ആ ഗ്രൂപ്പുകളെ, ആ ആളുകളെ പുറത്തു കൊണ്ടുവരികയും ജയിലിലടക്കുകയും ചെയ്ത എത്രയോ ചരിത്രം ഉണ്ട്. 1975 തുടങ്ങിയ സംഘടനയാണ് ഈ മാഗസിനാണ് സെർച്ച് ലൈറ്റ്. അപ്പൊ സെർച്ച് ലൈറ്റ് ഇപ്പോഴ് അതിന്റെ മാഗസിനായിട്ട്, പ്രിന്റ് മാഗസിനായിട്ട് ഇറങ്ങുന്നതെന്ന് മാറിയിട്ട് ഇത് ഓൺലൈനിലോട്ട് പോയിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഉള്ള പലരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ചരിത്രമുള്ള രാജ്യമാണ്. ഇവിടെ ആരും ഒറ്റയ്ക്കൊന്നുമല്ല, ഇതിന് ഫൈറ്റ് ചെയ്യാനായിട്ടൊരു നല്ലൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു വളരെ ചെറിയ പെർസെന്റേജ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ആളുകളൊക്കെ നമുക്ക് എതിരായിരുന്നു, നമ്മളൊക്കെ എന്നേ ഇവിടുന്ന് പോകണമായിരുന്നു. സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ യൂറോപ്പിലെ റൈറ്റിന്റെ കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു റൈറ്റ്, ഇപ്പൊ ഫ്രാൻസിലെ ലീപ്പന്റെ പാർട്ടിക്ക് ജർമ്മനിയിലെ AFD പാർട്ടിയുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം അവരത്രയും വലതുപക്ഷമാണ്, തീവ്ര വലതുപക്ഷമാണ്. അപ്പൊ പറ്റുന്നില്ല. ഇവർ തമ്മില് ഒരുമിച്ച് നാഷണലായിട്ട്, ഇപ്പൊ ബ്രിട്ടന്റെ കാര്യമാണെങ്കിൽ ബ്രിട്ടൻ അകത്തുള്ള കാര്യങ്ങളിൽ അവർ ഓക്കെയാണ്. പക്ഷെ ബ്രിട്ടന്റെ അകത്ത് ഫ്രാൻസിന്റെ പ്രശ്നം അല്ലെങ്കിൽ യൂറോപ്പിന്റെ പ്രശ്നം വരുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ അവർ ഡിവൈഡഡ് ആണ്, ശരിക്കും ഭിന്നിച്ചാണ് നിൽക്കുന്നത്. അത് നമുക്ക് ഒരു അല്പം പ്രതീക്ഷ അതിൽ കൂടി നൽകുന്നതാണ്. ഏതായാലും ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനെ അഭിമുഖീകരിക്കും. അതിന് തന്നെയാണ് നമ്മളിവിടെ, കാരണം ഇങ്ങനെ ഒളിച്ചോടാനായിട്ടൊന്നും അല്ല നിൽക്കുന്നത്. You're watching Planet Search with MS.